വാഹനം ഓടിക്കുന്ന എല്ലാവരും ഈ സ്റ്റോറി ഒരു പ്രാവശ്യമെങ്കിലും കേൾക്കണം എന്നെനിക്ക് തോന്നി. ഞാൻ ഈ സ്റ്റോറി കേട്ടത് മലയാള മനോരമയും RTO റീജിയണൽ ട്രാൻസ്പോർട്ട് ഇൻസ്പെക്ടർ മിസ്റ്റർ വിനോദ് കുമാറിന്റെ കയ്യിൽ നിന്ന് നമ്മൾ എല്ലാവരും കൂടെ ഒരു സെമിനാർ നടത്തുണ്ടായി. ദാറ്റ്സ് വെയർ ഐ ഹേർഡ് ദിസ് സ്റ്റോറി. ഐ തോട്ട് every one of us should have heard this story at least once in your lifetime. The story goes like this. ഒരു ഫിലിം ഫെസ്റ്റിവൽ ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കേട്ടിട്ടില്ലെങ്കിൽ കേട്ടവർ ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം. ബിക്കോസ് ഇറ്റ്സ് വെരി ടച്ചിങ് ഫോർ മീ. കഥ പോകുന്ന ഇങ്ങനെയാണ്. ഒരു തിയേറ്ററിനകത്ത് ഒരു ഫിലിം ഫെസ്റ്റിവൽ നടക്കുകയാണ്. സോ ലോട്ട് ഓഫ് ആർട്ട് ഫിലിംസ് അവിടെ പ്രദർശിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ വലിയ വലിയ ആൾക്കാരൊക്കെ വന്നിരിപ്പുണ്ട് സിനിമ കാണാനായിട്ട്. സിനിമ തുടങ്ങണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു ഫാൻ കിടന്ന് കറങ്ങണോ. ആ കറങ്ങുന്ന ഫാൻ ക്യാമറ സൂം ഡൗൺ ടു ദ ഫാനാണ്. അപ്പോൾ ഫാൻ ഇങ്ങനെ കിടന്ന് കറങ്ങണോ. 1 മിനിറ്റ് കഴിഞ്ഞു വീണ്ടും ഫാൻ കറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ആർട്ട് ഫിലിം അല്ലേ എന്നൊക്കെ വിചാരിച്ച് കുറച്ച് പേരൊക്കെ ഒന്ന് ഇരുന്നോ. 2 മിനിറ്റ് കഴിഞ്ഞു അപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുക. ആൾക്കാർ കുറേശ്ശെ ഒന്ന് എന്താണ് സംഭവം എന്നുള്ള ഒരു ഫീലിങ്സ് ഒക്കെ മുഖത്ത് വരാൻ തുടങ്ങി. 3 മിനിറ്റും കഴിഞ്ഞു എന്നിട്ടും ഫാൻ കറങ്ങുക തന്നെ. ആൾക്കാർ പതുക്കെ മുഖമെല്ലാം മാറാൻ തുടങ്ങി. ആൾക്കാർ അവരെല്ലാം വളരെ വലിയ വലിയ ആൾക്കാരാണെങ്കിലും 3 മിനിറ്റ് ഇരുന്നപ്പോഴത്തേക്കും അവർ കുറേശ്ശെ റെസ്റ്റ്ലെസ് ആവാൻ തുടങ്ങി. 4 മിനിറ്റ് കഴിഞ്ഞു അപ്പോഴും സ്ക്രീനിനകത്ത് വെറുതെ ഫാൻ ഇങ്ങനെ കിടന്ന് കറങ്ങണം. 5 മിനിറ്റും കഴിഞ്ഞു അപ്പോഴും ഫാൻ ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക. പതുക്കെ ആ ഫാൻ കറങ്ങിനടുത്ത് ക്യാമറ സൂം ചെയ്ത് താഴോട്ട് വന്ന ഒരു ബെഡിൽ ഒരു പെങ്കൊച്ച് ഇങ്ങനെ കിടക്കുക. ഈ 5 മിനിറ്റ് ആയപ്പോഴത്തേക്കും ഈ സദസ്സിലുള്ള എല്ലാവരും റെസ്റ്റ്ലെസ് ആയി എണീക്കാൻ തുടങ്ങി. അപ്പോൾ ഈ കുട്ടി പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. നിങ്ങൾക്ക് 5 മിനിറ്റ് നേരം ഈ ഫാൻ നോക്കിയിരിക്കാൻ പറ്റില്ല. ഞാൻ കഴിഞ്ഞ 5 വർഷമായിട്ട് ഇതേ കിടപ്പിൽ കിടന്നുകൊണ്ട് ഈ ഫാൻ കാണാം. ഒരു ആക്സിഡന്റിൽ പറ്റിയിട്ട് ഞാൻ ഫുൾ പാരലൈസ് ആയതുകൊണ്ട് കഴിഞ്ഞ 5 വർഷവും ഞാൻ കാണുന്നത് ഈ ഫാനാണ്. സോ ഫ്രണ്ട്സ്, നമ്മൾ റോട്ടിൽ കാർ എടുക്കുമ്പോൾ ഡ്രൈവ് സേഫ്. ആർക്ക് എന്താ എപ്പോഴാണ് സംഭവിക്കുന്നത് ഒട്ടും പറയാൻ പറ്റില്ല. ബട്ട് ഫ്രം അവർ സൈഡ് വി ഓൾ മേക്ക് ഷുവർ ദാറ്റ് നമ്മൾ കാരണം മറ്റൊരു അപകടം വരുത്താതിരിക്കും. ഇതായിരുന്നു വിനോദ് സാർ പറഞ്ഞ കഥ. വളരെ ടച്ചിങ് ആയി തോന്നി. ഐ തോട്ട് ഐ ഷുഡ് ഷെയർ വിത്ത് ഓൾ ഓഫ് യു.